ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. റിപ്പോർട്ട് വായിച്ചില്ല അംബിക മാഡം. അതിൽ കൂടുതൽ ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. അതിലുള്ളതൊക്കെ 100% സത്യമാണ്. ദീപകിന് കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഈ കുഞ്ഞ് ദീപകിന്റെ ആണെന്ന് തെളിയിക്കാനുള്ള DNA റിപ്പോർട്ടായിരുന്നു. ഇതിനു മുമ്പ് 2 തവണയും ഈ റിപ്പോർട്ടുമായി ഞാൻ സാറിനെ കാണിക്കാൻ വന്നപ്പോഴും എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. സർ, ഈ DNA റിപ്പോർട്ട് സാർ നോക്കണം. ഇതേപോലുള്ള റിപ്പോർട്ടല്ലേ ദിവ്യ ഇതിനു മുമ്പ് കയറി കളഞ്ഞത്? അതെ സർ. ഈ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഈ റിപ്പോർട്ടിൽ കുഞ്ഞ് ദീപകിന്റേതാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട്. എന്താ? ഇത് അംബിക മാഡം. ഇതേ, ഞാൻ എന്റെ മകനെ നമ്മുടെ നാട്ടിലെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൽ പരിശോധിച്ചതിന്റെ റിസൾട്ടാ. ഇത് പ്രതാപനൊന്ന് വായിച്ചു നോക്കിയേ. എന്താ പറഞ്ഞു സാറേ? രാജു, ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദീപക് ഇമ്പോർട്ടന്റ് ആണെന്നാ. അതായത് ദീപകിനൊരു കുഞ്ഞിന്റെ അച്ഛനാകാൻ കഴിയില്ലെന്ന്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള കഴിവ് ദീപകിനില്ലെന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നു. കണ്ടില്ലേ പ്രതാപ, എനിക്ക് സംശയം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഇവനെ പരിശോധിപ്പിച്ചു. ഇവനെ പരിശോധിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞതാ ഇവനൊരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിവില്ലെന്ന്. പക്ഷേ ഞാൻ ഇവനെ വിശദമായിട്ട് പല ടെസ്റ്റുകൾക്കും വിധേയനാക്കാൻ പറഞ്ഞു. ആ ടെസ്റ്റുകളുടെ റിസൾട്ടാ ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്നത്. ഡോക്ടറെ, ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. റിപ്പോർട്ട് വായിച്ചില്ല അംബിക മാഡം. അതിൽ കൂടുതൽ ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. അതിലുള്ളതൊക്കെ 100% സത്യമാണ്. ദീപകിന് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതിനുള്ള റീസൺ ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. ദീപകിന്റെ തലയിൽ ഈ കുഞ്ഞിന്റെ പിതൃത്വം കെട്ടിവെക്കാൻ ആരോ മനഃപൂർവ്വം കളിച്ച കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അംബിക മാഡം. താങ്ക് യു ഡോക്ടർ. ഇവിടെ വരെ വന്ന് കൃത്യസമയത്ത് ഈ റിപ്പോർട്ട് എന്റെ അനിയനെ കാണിച്ച് എന്റെ മകന്റെ സത്യസന്ധത തെളിയിക്കാൻ മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദി വാക്കിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുവെന്ന് അംബിക മേഡം പറഞ്ഞിട്ടാ വർമ്മ സാർ ഞാൻ ഇവിടേക്ക് വന്നത്.
കേട്ട് കഴിഞ്ഞപ്പോ ഒരു ഡോക്ടർ എന്ന നിലയിൽ നേരിട്ട് വന്ന് കാര്യങ്ങളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഒട്ടും താമസിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി. ശരി സർ. രാജു, എന്താ ഇത്? എന്താ ഇതിന്റെ അർത്ഥം? അതാ സാർ എനിക്കും മനസ്സിലാവാത്ത. ദിവ്യേ, എന്താ നിനക്ക് പറയാനുള്ളത്? സാറേ, എന്റെ മോളൊരു പാവ. അവൾ അങ്ങനെ കള്ളമൊന്നും പറയുന്നവളല്ല. ഒരു ചെറിയ കാര്യത്തിൽ പോലും അവള് കള്ളം പറയില്ല. നിങ്ങൾ ആരും ഇവളെ അവിശ്വസിക്കരുത്. അമ്മേ, ഇന്നത്തെ കാലം വളരെ മോശമാണ്. വലിയൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ നേരിട്ട് കൊണ്ടുവന്ന റിപ്പോർട്ടായത്. എനിക്കിത് എങ്ങനെയാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുക? അപ്പോ ആ കുഞ്ഞു കൊണ്ടുവന്ന റിപ്പോർട്ടാ സർ? അതും ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ചടങ്ങ് തൽക്കാലം ഇവിടെ വെച്ച് നടത്താം. സമാധാനപരമായി ഇനി എന്താ വേണ്ടെന്ന് ആലോചിച്ച് വീണ്ടും ദീപകിനെ ടെസ്റ്റുകൾക്ക് വിധേയനാക്കാം. അടുത്ത തവണ ടെസ്റ്റ് നടക്കുമ്പോ അത് എന്റെ നേതൃത്വത്തിൽ നടക്കും. അയ്യ സാറേ, എന്റെ മോളും കുഞ്ഞും ഇനി എന്ത് ചെയ്യും? ദിവ്യ തൽക്കാലം ഈ വീട്ടിൽ തന്നെ തുടരും. പക്ഷേ അത് ദീപകിന്റെ റൂമിലല്ല, ഇവിടെ ഗസ്റ്റ് റൂമിൽ. കെട്ട് നടത്തി എന്റെ മകന്റെ പേരിനോട് സാമ്യമുള്ള പേരും കണ്ടുപിടിച്ച് അതിന്റെ വാലില് അവന്റെ പേരും ചേർത്ത് കൊച്ചിന്റെ ചെവിയിൽ ഓതി കൊടുക്കുന്നത്, അത് കാണാനുള്ള സന്തോഷത്തിലല്ലേടി നീ രാവിലെ ഹാളിലേക്ക് വന്നേ? ഇപ്പം മനസ്സിലായോ ഋതിക നിനക്ക്? അംബികയും മകനെയും അങ്ങനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്.